ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് തേജസ് ദീപക്. ഞാൻ ഈ കഴിഞ്ഞ വർഷം ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ പാലയിൽ Q32 റിപ്പീറ്റേഴ്സ് ബാച്ചിൽ പഠിച്ചായിരുന്നു. എൻ്റെ ക്ലാസ് ടീച്ചറിൻ്റെ പേര് സംഗീത മിസ്സും ഞാൻ താമസിച്ചിരുന്ന ഹോസ്റ്റൽ തമസ ഹോസ്റ്റലാണ്. ഹോസ്റ്റൽ വാർഡൻ ആശിഷ് സാറും റോബിൻ സാറും. ഈ വർഷത്തെ നീറ്റിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഞാനൊരു നല്ല മാർക്ക് പ്രതീക്ഷിക്കുന്നു. ഞാൻ 10 വരെ പുറത്തായിരുന്നു പഠിച്ചത്. 10ന് ശേഷം ഇന്ത്യയിൽ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേരണമെന്ന് തീരുമാനിച്ചപ്പം ഞാൻ എത്തിപ്പെട്ടത് രാജസ്ഥാൻ കോട്ടയിലായിരുന്നു. പക്ഷെ എനിക്ക് പ്രതീക്ഷിച്ച അത്ര ഒരു മാർക്ക് കിട്ടിയിട്ടില്ല. അപ്പം റിപ്പീറ്റ് ചെയ്യുമ്പം കേരളത്തിൽ ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആൻഡ് കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയ ബ്രില്യൻ പാല സ്റ്റഡി സെന്റർ തന്നെ ചൂസ് ചെയ്തു. ബ്രില്യനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു പെർഫെക്റ്റ് എൻവയൺമെന്റ് ആണ് പ്രൊവൈഡ് ചെയ്തതാണ് എനിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. അവിടുത്തെ ക്ലാസ് റൂം ആയാലും റെഫറൻസ് ലൈബ്രറി ആയാലും പിന്നെ ഹോസ്റ്റലിലെ ഫുഡും നല്ലതായിരുന്നു. ആക്ച്വലി ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചത് ഹോസ്റ്റലിലെ കോർഡിനേറ്ററിന്റെ റൂമായിരുന്നു. ബ്രില്യന്റെ ഡയറക്ടേഴ്സ് മുതൽ എൻറ്റയർ സ്റ്റാഫ് വളരെ സപ്പോർട്ടീവ് ആയിരുന്നു. നമ്മളുടെ ഓരോ എക്സാം കഴിഞ്ഞിട്ട് നമ്മളുടെ ഡയറക്ടേഴ്സ് തന്നെ മോട്ടിവേഷണൽ ടോക്ക് ആയിരുന്നു. ക്ലാസ് മെന്റേഴ്സ് നമ്മളുടെ പേരൻസ് ആയിട്ട് ബന്ധപ്പെട്ട് നമ്മളുടെ പെർഫോമൻസിനെ പറ്റി സംസാരിക്കായാലും ആക്ച്വലി നമ്മളുടെ ഓരോ എക്സാം കഴിഞ്ഞിട്ട് എല്ലാ എക്സാം അനാലിസിസും നടത്തുമായിരുന്നു. അത് കാരണം നമ്മളുടെ പേരൻസിനും നമ്മളുടെ പെർഫോമൻസിനെ പറ്റിയിട്ട് നല്ലൊരു ധാരണ ഉണ്ടായിരുന്നു. പിന്നെ ക്ലാസ്സിലെയും ഹോസ്റ്റലിലെയും ഫ്രണ്ട്സിനെ പറ്റി പറയാണ്ടിരിക്കാൻ പറ്റില്ല. സത്യം പറഞ്ഞാൽ ഫ്രണ്ട്സ് എനിക്കൊരു വളരെ വലിയൊരു വീക്ക്നെസ് ആണ്. അതുകൊണ്ട് തന്നെ അച്ഛനെയും അമ്മേനെയും വിട്ടിട്ട് നിൽക്കുന്ന ഒരു വിഷമം എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അവരുമായിട്ടുള്ള ഒരു ഹെൽത്തി കോമ്പറ്റീഷനിലായിരുന്നു മുന്നോട്ട് പോയിരുന്നത്. ബ്രില്യനെ പറ്റി പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ലേണിംഗ് ആപ്പിനെ പറ്റിയിട്ട്. നമ്മുടെ ലേണിംഗ് ആപ്പ് ഒരു ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനായാലും ഡൗട്ട് ക്ലിയർ ചെയ്യാനായാലും മിസ് ചെയ്ത ലെക്ചേഴ്സ് കാണാനായാലും അല്ലെ വീണ്ടും പഠിക്കാൻ വേണ്ടിയിട്ട് ലെക്ചേഴ്സ് കാണാനായാലും ഒരു പെർഫെക്റ്റ് ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നു. ബ്രില്യന്റെ മെയിൻ വിന്നിങ് ഫാക്ടറാണ് ബ്രില്യന്റ് പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റഡി മെറ്റീരിയലും കണ്ടക്ട് ചെയ്യുന്ന എക്സാമിനേഷൻസും. നമ്മൾ ക്ലാസ് തുടങ്ങിയപ്പോൾ മുതൽ എല്ലാ ആഴ്ചയും ഒരു വീക്ക്ലി എക്സാംസ് ഉണ്ടായിരുന്നു. പോർഷൻസ് തീരുന്നവരെ. പോർഷൻസ് കഴിഞ്ഞാൽ നീറ്റിന്റെ ഒരു ദിവസം മുമ്പേ വരെ നമുക്ക് മോഡൽ എക്സാമും ഓരോ മോഡൽ എക്സാമിനും ഒരു പ്രീ മോഡൽ എക്സാമും ഉണ്ടായിരുന്നു. ഇത്രയും ക്വസ്റ്റ്യൻസ് ഫേസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നീറ്റിനെ ഫേസ് ചെയ്യാനുള്ള ഒരു ധൈര്യവും ആത്മവിശ്വാസം കിട്ടിയിട്ടുണ്ടായിരുന്നു. മോഡൽ എക്സാമിലെ ചില ചോദ്യങ്ങൾ അതേപോലെ തന്നെ നീറ്റിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനുപരി കുറെ ചോദ്യങ്ങൾ അതേ പാറ്റേൺ ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് 1 ലക്ഷത്തിൽ കൂടുതൽ ചോദ്യങ്ങളും ഫേസ് ചെയ്തിരുന്നു. ഇതെല്ലാം തന്നെ എനിക്കൊരു നല്ല മാർക്കിൽ എത്തിച്ചേരാൻ സഹായിച്ചിരുന്നു. നീറ്റ് ക്രാക്ക് ചെയ്യാന്ന് വിചാരിച്ചാൽ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യലാണ്. സോ ആദ്യത്തെ ദിവസം മുതൽ അവസാനത്തെ ദിവസം വരെ ഹാർഡ് വർക്ക് ചെയ്യുക, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, ട്രസ്റ്റ് ഇൻ ബ്രില്യന്റ്. ഇനി വരുന്ന റിപ്പീറ്റേഴ്സ് ബാച്ചിലെ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ പഠിക്കുന്ന ടൈം ബയോളജിക്ക് പകുതി ടൈം ഡിവൈഡ് ചെയ്യുക, ബാക്കി പകുതി ടൈം കെമിസ്ട്രിയും ഫിസിക്സിനും ഡിവൈഡ് ചെയ്യുക. പിന്നെ ബയോളജിയും ഓർഗാനിക്കും ഇനോർഗാനിക്കും NCERT ബേസ്ഡ് ആയിട്ട് പഠിക്കുക. പിന്നെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക. ബാക്കി ഫിസിക്സും ഫിസിക്കൽ കെമിസ്ട്രിയും കൂടുതൽ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തിട്ട് പഠിക്കാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ നല്ല കോൺഫിഡൻസോടെ ഒരു ടെൻഷനും ഇല്ലാണ്ട് ഓരോ എക്സാമും എഴുതാൻ ശ്രമിക്കണം. ഒരു എക്സാമും മിസ് ചെയ്യാണ്ട് ഓരോ എക്സാമും ഫുൾ കോൺഫിഡൻസോടെ എഴുതാൻ ശ്രമിക്കണം. ആദ്യം തന്നെ നമ്മുടെ മാർക്ക് കയറി വരണം എന്നില്ല. എൻ്റെ എക്സ്പീരിയൻസോടെ ഞാൻ പറയാം, എനിക്ക് അവസാനത്തെ എക്സാംസിലെല്ലാം കൂടുതൽ മാർക്ക് കിട്ടാൻ തുടങ്ങിയത്. അപ്പൊ നമ്മൾ ഫുൾ കോൺഫിഡൻസോടെ എക്സാം എഴുതാൻ പരമാവധി ശ്രമിക്കുക. ടെൻഷനൊന്നും അടിക്കേണ്ട. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.